കൊച്ചിയിലെ NCC ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃക്കാക്കര KMM കോളേജിൽ NCC ക്യാമ്പിൽ പങ്കെടുത്ത 72ഓളം വിദ്യാർത്ഥികളെ ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പ്രതിഷേധവുമായി എത്തിയ രക്ഷിതാക്കൾ രാത്രി വൈകിയും NCC ക്യാമ്പ് നടക്കുന്ന KMM കോളേജിന്റെ മുന്നിൽ തുടർന്നിരുന്നു. ക്യാമ്പിലെ വെള്ളവും ഭക്ഷണവും കഴിച്ചാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നത്. 2 ദിവസം മുതലേ പല കുട്ടികൾക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ വൈകിട്ടോടെ കൂടുതൽ പേർ ക്ഷീണിതരായി തളർന്നു വീണു. കൂടുതൽ പേർക്കും കഠിനമായ വയറുവേദനയും ചിലർക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടുവെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ക്യാമ്പിൽ നിന്നും കൊടുത്ത ഭക്ഷണം നിലവാരം ഇല്ലാത്തതാണെന്നും വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ട്. 600ഓളം കുട്ടികളാണ് NCC ക്യാമ്പിൽ പങ്കെടുത്തത്. ആരുടെയും നില സാരമല്ല. കുട്ടികളെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്യാമ്പ് നിർത്താൻ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് രക്ഷിതാക്കളെത്തി കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ സീനിയർ വിദ്യാർത്ഥികൾ അടിച്ചെന്നും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പരാതി അറിയിച്ചിരുന്നു. ക്യാമ്പിനോട് താൽപര്യക്കുറവുള്ള ഒരു വിഭാഗം കുട്ടികൾ ഉണ്ടാക്കിയ അനാവശ്യമായ വിവാദമാണ് എന്നാണ് മറുഭാഗത്തിന്റെ ആരോപണം. തൃക്കാക്കര നഗരസഭയിലെ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തിൽ മാതാപിതാക്കളും നാട്ടുകാരും കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു. NCCയിലെ അധ്യാപകരിൽ നിന്ന് മർദ്ദനം നേരിട്ടതായി ഒരു വിഭാഗം കുട്ടികളും ആരോപിച്ചു. സംഭവത്തിൽ ഇടപെടാനെത്തിയ SFI നേതാക്കളും വിദ്യാർത്ഥികളും തമ്മിൽ തർക്കമുണ്ടായി. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഭാഗ്യലക്ഷ്മി പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന മുറികളിലേക്ക് കയറിച്ചെന്ന് ലൈംഗിക ചുവയോടെ സംസാരിച്ചതായി വിദ്യാർത്ഥിനികളും ആരോപിച്ചു. ഇതേ തുടർന്ന് വിദ്യാർത്ഥിനികളും SFI നേതാക്കളും തമ്മിൽ തർക്കവുമായി.